ഹല്ലേലൂയ, ഹല്ലേലൂയ. സൽപ്രവർത്തികൾക്കും മറ്റു നല്ല കാര്യങ്ങൾക്കും ഒക്കെ വിലയുണ്ടെന്നും അതൊക്കെ നല്ല കാര്യങ്ങളാണെന്നും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഉള്ളതാണ്. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മറ്റ് അതുവരെ ഉണ്ടായിരുന്ന അറിവുകൾക്ക് ഉപരിയായി കൂടുതലായി നിങ്ങൾക്ക് പകർന്നു കിട്ടിയ അറിവ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് വിലയുണ്ട്, അവൻ്റെ മരണത്തിന് വിലയുണ്ട്, അവനേറ്റ അടികൾക്ക് വിലയുണ്ട്, അവൻ ചിന്തിയ രക്തത്തിന് വിലയുണ്ട്. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഇതിലൂടെ നമ്മളിലേക്ക് വരുന്ന അളവില്ലാത്ത കൃപാവരത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കുകയും 1 യോഹന്നാൻ 1:7 നമ്മൾ വായിക്കുകയാണ്, ഈശോയുടെ രക്തം നമ്മുടെ പാപത്തെ കഴുകിക്കളയുന്നു. കണ്ടോ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വില കണ്ടോ? ഹല്ലേലൂയ. അതായത് എൻ്റെ ഉപവാസത്തിന് വിലയുണ്ടെന്നല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ രക്തത്തിന് വിലയുണ്ട്. ഹല്ലേലൂയ. 1 പത്രോസ് 2:24 വചനം നമുക്കറിയാം, അവനേറ്റ അടികളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കണ്ടോ, ക്രിസ്തു ഏറ്റ അടികൾക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിലെ മുറിവിന് അളവില്ലാത്ത യോഗ്യതയുണ്ട്. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ കൂടുതലായിട്ട് വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത്. ഈശോയുടെ രക്തം വഴിയുണ്ടാകുന്ന അത്ഭുതങ്ങൾ, അവൻ്റെ മുറിവിനാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. പത്രോസ് പറയാണ്, അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും അളവില്ലാത്ത യോഗ്യതയിൽ നമ്മളിലേക്ക് ഒഴുകി വരുന്ന ഈ ദൈവകൃപയെക്കുറിച്ച് ആണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തും. ഈ വിശ്വാസം നമ്മളെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. നമ്മുടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തതിനെക്കുറിച്ച് അതിൻ്റെ വിലയല്ല, അതിന് വിലയുണ്ടെന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാരെങ്കിലും യേശുവിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ, നമ്മുടെ എല്ലാ പാപത്തെയും കഴുകിക്കളയുവാൻ അവൻ്റെ ഒരു തുള്ളി രക്തത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനേറ്റ അടികളാൽ നമുക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്നത് ഈ ഒരു വിശ്വാസത്തിലേക്കാണ് നിങ്ങൾ വളർന്നു വരേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് നേടിത്തന്നത് പ്രിയപ്പെട്ടവരെ? അപ്പോൾ യേശു ഈ ഭൂമിയിൽ പിറന്ന് അവിടുന്ന് തൻ്റെ പരസ്യ ജീവിതം കഴിഞ്ഞ് തൻ്റെ പീഡാനുഭവ രംഗത്തിൽ പ്രവേശിച്ച് അങ്ങനെ കുരിശുമരണം പ്രാപിച്ച് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് അവിടെ നിൽക്കുന്നില്ല, അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് അങ്ങനെ മനുഷ്യരക്ഷ സാധിച്ച് യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ പിതാവ് യേശുവിന് എല്ലാ നാമധേയത്തേക്കാൾ വലുതായ നാമധേയം നൽകി. ആ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന നല്ലതാണ്. ഞാനത് സൂചിപ്പിക്കാം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിനെ കർത്താവ് നാഥനുമായി പിതാവ് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയ ലേഖനം 2 നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ ആ യേശു നമ്മളോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഉണ്ടോ? ഇതാണ് നമ്മൾ പൂർണ്ണമായി ആ വിശ്വാസത്തിൻ്റെ ക്ലൈമാക്സ്. അതാണ് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും ഇതാ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാത്രം